പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടെ വീണ്ടും ഏവർക്കും ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കട്ടെ. നാം കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിത ശുശ്രൂഷയെ സംബന്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കന്യകാ ജനനം മുതൽ ഉയർത്തെഴുന്നേൽപ്പ് വരെയും ദൈവിക വിശുദ്ധിയിൽ യേശു നിലനിന്നു പ്രവർത്തിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. യേശുവിന്റെ ജീവിതം നമുക്ക് എക്കാലത്തും ഒരു മാതൃകയാണ്. നമുക്ക് വീക്ഷിക്കുവാനും മനസ്സിലാക്കുവാനും പിൻപറ്റുവാനും കഴിയുന്ന ഏക ജീവിത മാതൃക ക്രിസ്തു യേശുവിൻ്റെതാണ്. നാം ഇന്ന് വീണ്ടും യേശുവിന്റെ ജനനം മുതൽ ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ള ഘട്ടങ്ങളെ പഠിക്കുമ്പോൾ എങ്ങനെ എപ്രകാരം യേശു പിതാവിനുള്ള ബന്ധത്തിൽ, തന്റെ വിളിയിൽ, ദൈവ ഇഷ്ടത്തിൽ താൻ നിലനിന്ന് പ്രവർത്തിച്ചു, എന്തൊക്കെയായിരുന്നു ആ വിശുദ്ധീകരണത്തിന്റെ ഫലം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ മാതൃക യേശു മാത്രമാണ്. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, അവന്റെ മാതൃക പിൻപറ്റുവാൻ നാം വിളിക്കപ്പെട്ടവരാണ്. നല്ലൊരു മാതൃക കർത്താവ് വെച്ച് പോയിരിക്കുന്നു. മനുഷ്യപുത്രനായി ഭൂമിയിൽ കർത്താവ് ജീവിച്ചു. മനുഷ്യത്വത്തിൽ താൻ പാപം ചെയ്തിട്ടില്ല. കർത്താവിനെ കുറിച്ച് പറയുന്നത്, പാപം അറിയാത്തവൻ, അവനിൽ പാപമില്ല, അവൻ പാപം ചെയ്തിട്ടില്ല. 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷ. ഈ ശുശ്രൂഷകളിൽ എല്ലാവരും കർത്താവ് ഇടപെട്ടു. എല്ലാവരുടെ കൂടെ കർത്താവ് പ്രവർത്തിച്ചു, സഞ്ചരിച്ചു, സഹകരിച്ചു. അപ്പോഴും ബൈബിളിൽ വ്യക്തമാക്കാനുള്ളത്, പാപം അറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, അവനിൽ പാപമില്ല, പാപികളോട് വേറിട്ടവൻ, പരിശുദ്ധൻ. അവരുടെ ജീവിതം അതുപോലെ പവിത്രമായിരുന്നു, നിർമ്മലമായിരുന്നു, വിശുദ്ധമായിരുന്നു. ആ കന്യകാ ജനനത്തിൽ ഗബ്രിയേൽ ദൂതൻ മറിയോട് പറയുന്നത് ഒരു വിശുദ്ധ പ്രജ. കാരണം പുരുഷന്റെ സഹായം കൂടാതെ നാച്ചുറൽ ലോയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സൂപ്പർ നാച്ചുറൽ വേയിൽ ദൈവത്തിന്റെ അത്ഭുതമായ ഒരു ഇടപെടൽ മറിയുടെ മേൽ ഉണ്ടാകുന്നു. പരിശുദ്ധാത്മാവ് മറിയുടെ മേൽ വന്നപ്പോൾ ഒരു വിശുദ്ധ പ്രജ. അതിന് അനുകൂലമായ തിരുവെഴുത്തുകൾ യെശയ്യാവ് പറയുന്നു, കന്യക ഗർഭിണിയായി തീർന്നു ഒരു മകനെ പ്രസവിക്കും. മാനുഷികമായ മറിയയ്ക്ക് ഒത്തിരി ചോദ്യങ്ങളും അല്ലെങ്കിൽ ഉത്തരം പറയാൻ കഴിയാത്ത പലവിധമായ വിഷയങ്ങളുടെ മുമ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിനെല്ലാം കൂടെ ഏക ഉത്തരം ഇത്ര മാത്രമേ ഉള്ളൂ: ഒരു അഭിഷക്തൻ പുറത്തു വരുവാൻ, മശിക പുറത്തു വരുവാൻ, ലോകരക്ഷകൻ പുറത്തു വരുവാൻ, രക്ഷിതാവ് പുറത്തു വരുവാൻ, ദൈവപുത്രൻ പുറത്തു വരുവാൻ. മനുഷ്യന്റെ സഹായികളോ മനുഷ്യന്റെ സാധ്യതകളോ ഉപയോഗിക്കാതെ പ്രകൃതാതീതമായ സ്വാഭാവികമായ നിയമങ്ങൾക്ക് വിരോധമായി അത്ഭുതമായ ഒരു ദൈവപ്രവൃത്തി മറിയുടെ മേൽ വെളിപ്പെട്ടു. അവിടെ എഴുതിയിരിക്കുന്നത് വിശുദ്ധ പ്രജ. ഒരു പുരുഷന്റെ സഹായത്താൽ ജനിപ്പിച്ചതല്ല, ദൈവാത്മാവിന്റെ ഇടപെടൽ ജനിച്ചതാണ്. അതുകൊണ്ടാണ് വംശാവലി എഴുതിയപ്പോൾ ജനിപ്പിച്ചു 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 എഴുതിയപ്പോൾ യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ജനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വീണ്ടും യേശുവിന്റെ വളർച്ചയിൽ ശാരീരികമായ വളർച്ച മാത്രമല്ല, മാനസികമായ വളർച്ച. ലൂക്കോസ് 2:40 പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപയും അവന്റെ മേലുണ്ടായിരുന്നു. ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെ മനുഷ്യന്റെ കൃപയിലും മുതിർന്നു വന്നു എന്ന് 2-ാം അധ്യായം 52-ാമത്തെ വാക്യത്തിൽ കാണുന്നു. ജ്ഞാനം നല്ലതാണ്, ശാരീരികമായ വളർച്ച അതിനോടുകൂടി ഉണ്ടായിരുന്നു. പക്ഷെ ഏറ്റവും യേശുവിനെ വ്യത്യസ്തനാക്കിയത് ആത്മാവിൽ ബലപ്പെട്ടു, കൂടാതെ ദൈവകൃപയും ഉണ്ടായിരുന്നു. മറ്റാരെ കുറിച്ചും ഇങ്ങനെ പറയുന്നില്ല. എത്രയോ തലമുറകൾ, സന്തതികൾ, ആൺകുഞ്ഞുങ്ങൾ ജനിച്ചു. പക്ഷെ യേശു തന്റെ വളർച്ചയിൽ ആത്മാവിൽ ബലപ്പെട്ടു. അത് പക്ഷേ മനുഷ്യരറിയുന്നില്ല, ലോകം അറിയുന്നില്ല, വീട്ടുകാരറിയുന്നില്ല, മാതാപിതാക്കൾ അറിയുന്നില്ല. ആത്മാവിൽ ബലപ്പെട്ടു. അപ്രകാരം ഒരു ആത്മീയ വളർച്ച കൗമാരപ്രായത്തിലേക്ക് യേശുവിന്റെ വളർച്ചയിൽ താൻ ജ്ഞാനത്തിലും വളർന്നു, ആത്മാവിലും വളർന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. പിന്നത്തെ കർത്താവ് യേശുവിനെ കാണുന്നത് 30-ാമത്തെ വയസ്സിലാണ്. ഒരു പരസ്യ ശുശ്രൂഷയുടെ ഒരു രംഗമാണ് യോർദാന്റെ കടവിൽ അല്ലെങ്കിൽ ഈ തീരത്ത് നാം കാണുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്? വീണ്ടും പരിശുദ്ധാത്മാവിന്റെ ഒരു മുദ്ര എന്ന പോലെ, ഒരു സ്വർഗീയ അംഗീകാരം പുത്രന് ഭൂമിയിൽ ലഭിക്കുന്നത് പോലെ, ആത്മാവ് പ്രാവെന്ന പോലെ യേശുവിന്റെ മേൽ വന്നിറങ്ങി. ആ ഭാഗം നാം പഠിക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലുണ്ട്. ഒരു പുത്രത്വത്തിലേക്കുള്ള ഒരു പദവിയിലേക്ക് താൻ ഉയർത്തപ്പെടുകയാണ്. ഇന്നലകളിൽ ശിശുവായിരുന്നു എന്ന് പറയുമ്പോൾ പുൽക്കൂട്ടിലെ ശിശു, വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ കാലിത്തൊഴുത്തിൽ കിടക്കേണ്ടി വന്ന ശിശു, വിദ്വാൻമാർ കടന്നു വന്ന് മറിയോടുകൂടി ആയിരിക്കുന്ന ശിശുവിനെ മാത്രം വണങ്ങി നമസ്കരിക്കുന്ന മാതാപിതാക്കളോട് കൂടെ ബേത്ലഹേമിലായിരിക്കുന്ന ശിശു. പിന്നത്തേതിൽ കാണുന്നത് നസറത്തിൽ വളർന്ന, ആരും വളർത്തിയതല്ല, വളർന്നതാണ്. ഇന്നത്തെ ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത് ആരും വളർത്തുന്നില്ല എന്നാണ്. പക്ഷേ യേശുവിനെ ആരും വളർത്തിയില്ല, എല്ലാവരും തളർത്തിയതേ ഉള്ളൂ. എങ്ങനെ തളർത്തി? പല ചോദ്യങ്ങളുടെ മുമ്പിൽ യേശുവായിരുന്നു. ഒത്തിരി ചോദ്യങ്ങൾ, മറുപടി പറയാൻ കഴിയാത്ത ചോദ്യം. എന്തായിരുന്നു ചോദ്യങ്ങൾ? തന്റെ അമ്മ മറിയാണെന്നും തന്റെ പിതൃത്വത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ പലവിധമായ ധാരണകൾ, ജോസഫിന്റെ മകനാണെന്നും അല്ലെന്നും, പിന്നെ പിതാവിനെ കുറിച്ച് വ്യക്തമായ ഒരു സൂചനയോ ധാരണകളോ ജനത്തിന് ഇല്ലാത്തത് കൊണ്ട് തച്ചന്റെ മകനെന്നും ജാരസന്തതിയെന്നും വേശ്യാപുത്രനെന്നും നീ ഒരു ശമരിയൻ, നിനക്ക് ഭൂതമുണ്ടെന്നൊക്കെ പല സന്ദർഭങ്ങളായി കർത്താവിനെ അപമാനിക്കും വിധം തന്റെ പിതൃത്വത്തെ അംഗീകരിക്കാത്ത ഒരു സമൂഹം അവിടെ യേശു വളർന്നു. അതുകൊണ്ടായിരിക്കണം 30-ാമത്തെ വയസ്സിൽ സ്വർഗീയ പിതാവ് ഈ യോർദാന്റെ കയത്തിൽ നിൽക്കുന്ന പുത്രനെ വെളിപ്പെടുത്തുവാൻ തന്റെ പിതൃത്വത്തെ കുറിച്ച് എല്ലാവരും കേൾക്കെന്ന് പറയുമ്പോൾ യോർദാൻ ഇരുകരയുള്ള സകല നാട്ടുകാരും, സകല യെരൂശലേം നിവാസികളും, അപ്പോൾ തന്നെ സകല നസ്രയത്തിലെ തദ്ദേശവാസികൾ, അവിടെ തന്റെ ചർച്ചക്കാര്, പരിചയക്കാര്, ബന്ധുമിത്രാദികള്, സ്നേഹിതര്, കുടുംബാംഗങ്ങൾ എല്ലാവരും കാണും. പുത്രത്വത്തിന്റെ ഒരു പദവിയിലേക്ക് തന്നെ ഉയർത്തുകയാണ്. 30-ാമത്തെ വയസ്സിൽ ഒരു പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയെ കഴുകിയെടുക്കുന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയ പോലെ യേശുവിനെ അപ്രകാരം ശുദ്ധീകരിച്ച് വേർതിരിച്ച് ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗം നൽകി മാറ്റി നിർത്തുവാൻ സ്നാപക യോഹന്നാനെ പോലെ മറ്റൊരു
വ്യക്തിത്വം വേറെ അക്കാലങ്ങളില്ല. സ്നാപക യോഹന്നാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് യേശുവിനെ വെളിപ്പെടുത്തുക, ലോകത്തിന് പ്രസന്റ് ചെയ്യുക. അത് യോഹന്നാൻ നന്നായി നിർവഹിച്ചു. ഇന്നലകളിൽ ദാ ലോകത്തിന്റെ കുഞ്ഞാണെന്നും ഈ പോകുന്നത് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണെന്നും വരുവാനുള്ള മശിഹയെ കുറിച്ച് ഈ ലോകത്തിന് യോഹന്നാൻ വെളിപ്പെടുത്തുകയും വിളംബരം ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ സ്നാനത്തിലൂടെ ഇപ്പോൾ ലോകത്തിന് പ്രസന്റ് ചെയ്യുകയാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? അവിടെ സംഭവിച്ച പ്രിയമുള്ളവരെ, യേശുവിന്റെ സ്നാനത്തിൽ അത്ഭുതമായ ഒരു കാര്യം സംഭവിച്ചു. ധാരാളം പ്രിയമുള്ളവർ യോഹന്നാന്റെ കൈകളിൽ സ്നാനപ്പെടുന്നു. ഒന്നും സംഭവിക്കുന്നില്ല, കേവലം മാനസാന്തരത്തിന് വേണ്ടിയുള്ള ജലസ്നാനം. പക്ഷെ യേശുവിന്റെ സ്നാനത്തിൽ ഈ യോർദാനിൽ യേശു ഇറങ്ങുന്നു. പലരും യോർദാനിൽ ഇറങ്ങിയിട്ടുണ്ട്, യോശുവ, ഏലിയാവ്, ഏലീശ. പക്ഷെ അവരാരും യോർദാന്റെ തീരത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചില്ല. പക്ഷെ യേശു യോർദാന്റെ കയത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ യോർദാൻ ഒന്നും സംഭവിച്ചില്ല, സ്വർഗം തുറക്കപ്പെട്ടു. സ്വർഗത്തിൽ വലിയ ദൈവിക ഇടപെടൽ ഈ ഭൂമിയിലേക്ക് വെളിപ്പെട്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പി. എല്ലാവരും കേൾക്കെ സ്വർഗം വിളംബരം ചെയ്തു. കഴിഞ്ഞ 400 വർഷത്തെ മൗനതയ്ക്ക് സ്വർഗം പുത്രന്റെ സ്നാനത്തിൽ വെച്ച് പുത്രനെ സ്വർഗം ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിച്ച് അയക്കുവാനുള്ള ഒരു വലിയ നിയമന ശുശ്രൂഷ അവിടെ നടക്കുമ്പോൾ തൃത്വം യോർദാന്റെ തീരത്ത് സമ്മേളിക്കുകയാണ്. പിതാവ് സ്വർഗത്തിൽ നിന്ന് സംസാരിക്കുന്നു, പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ വെളിപ്പെടുന്നു, പുത്രൻ താഴെ നിൽക്കുന്നു. തൃത്വം സമ്മേളിക്കുന്ന ഒരു സ്ഥലം. അവിടെ വെച്ചാണ് കർത്താവ് പരിശുദ്ധാത്മാവിൽ നിറയുന്നത്. സ്നാനത്തിൽ ആത്മാവിൽ യേശു നിറഞ്ഞു. ഇന്നലകളിൽ യേശു ആത്മാവിൽ വളർന്നു. കുറച്ചുകൂടെ പുറമോട്ട് ചിന്തിച്ചാൽ യേശു പരിശുദ്ധാത്മാവിൽ ജനിച്ചു. അതിനെ യോഹന്നാൻ വെളിപ്പെടുത്തുന്നത് അത് പുരുഷന്റെ ഇഷ്ടത്താലല്ല, ജഡത്തിൽ നിന്നല്ല, രക്തത്തിൽ നിന്നല്ല, പിന്നെയോ ദൈവത്തിൽ നിന്ന്. വചനം ജഡമായി തീർന്നു. പ്രിയമുള്ളവരെ, യേശുവിന്റെ ജനനം മുതൽ യേശുവിന്റെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ ഇപ്പോൾ സ്നാനജലത്തിലും ഇവിടെ പ്രകടമായി നിൽക്കുന്നത് ദൈവിക വിശുദ്ധിയുടെ വലിയ നിർണയങ്ങളാണ്. അവിടുന്നാണ് ഇപ്പോൾ മരുഭൂമിയിലേക്ക് താൻ നയിക്കപ്പെടുകയാണ്. യോർദാനിൽ വെച്ച് കർത്താവിന് ലഭിച്ചത് സ്വർഗീയ അംഗീകാരമാണ്. ഇവൻ എന്റെ പ്രിയപുത്രൻ. ന്യായപ്രമാണത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു. എന്റെ അർത്ഥം, യഹൂദന്മാരോട് സ്വർഗം വിളിച്ചു പറയുകയാണ്, നിങ്ങൾ വായിക്കുന്ന ന്യായപ്രമാണവും നിങ്ങൾ സിനഗോഗിൽ പാടുന്ന സങ്കീർത്തനവും നിങ്ങൾ ശബത്ത് ദിവസങ്ങൾ വായിക്കുന്ന പ്രവാചക കീർത്തനങ്ങൾ, പ്രവാചക ഗീതങ്ങൾ ഈ താഴെ നിൽക്കുന്ന എന്റെ മകനാണെന്ന്. ന്യായപ്രമാണവും സങ്കീർത്തനവും പ്രവാചക ഗീതങ്ങളും ഒരുമേളിച്ച് ക്രിസ്തുവിൽ ഒന്നായി തീർന്നു. ഈ രക്ഷയാണ്, ഈ മശികയാണ്, ഈ ക്രിസ്തുവിനെയാണ്, ഈ ദൈവത്തിനെ കാണുവാനാണ് എല്ലാവരും കാത്തിരുന്നത്. നീണ്ട വർഷങ്ങൾ ഹന്ന ദേവാലയത്തിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കാത്തിരുന്നു ഈ മശികയെ കാണുവാൻ. ശിമിയോൻ ദേവാലയം വിട്ടുപിരിയാതെ കാത്തിരുന്നു ഈ രക്ഷയെ കാണുവാൻ. പക്ഷേ സ്വർഗീയ പിതാവിന്റെ മകൻ ദൈവപുത്രനെ കാണുവാൻ അക്കാലത്തെ മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും ന്യായാധിപ സംഘത്തിനും അന്നത്തെ പ്രമാണിമാർക്കും ഒന്നും കഴിയാതിരുന്നപ്പോൾ ശിമിയോൻ കണ്ടു, ഹന്ന കണ്ടു, വിദ്വാൻമാർ കണ്ടു, വെളിപ്രദേശത്ത് ഇടയന്മാരായി ആടുകളെ മേയിക്കുന്ന ആട്ടിടയന്മാർ കണ്ടു. ഇന്ന് കേട്ട വചനങ്ങൾ യേശുവിന്റെ ഭൂമിയിലെ ജീവിതത്തെ നമുക്ക് തൊട്ട് ജനനം മുതൽ രഹസ്യ ജീവിതമാകട്ടെ, 30ാമത്തെ വയസ്സിൽ പരസ്യമായി യോർദാന്റെ തീരത്ത് നിൽക്കുന്നതാകട്ടെ, കർത്താവിനെ വെളിപ്പെടുത്തി നിർത്തിയിരിക്കുന്നത് മുഴുലോകത്തിന്റെ മധ്യത്തിൽ കർത്താവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഇവൻ എത്ര മഹാനും നോക്കും. ഈ കർത്താവ് നിസ്തുലനാണ്. കർത്താവിന്റെ ജീവിതം വ്യക്തമാക്കി തെളിവാക്കി നമ്മുടെ മുമ്പിൽ നിർത്തിയിരിക്കുകയാണ്. ജനനം മുതൽ വിശുദ്ധിയിൽ അവനൊട്ടും കുറവില്ല, വളർച്ചയിൽ വിശുദ്ധിയിൽ ഒട്ടും കുറഞ്ഞില്ല. സ്നാനത്തിൽ പരിശുദ്ധാത്മാവിന് പ്രാവത പോലെ വന്നിരിക്കുവാൻ പറ്റിയൊരിടം. മറ്റാരെയും പഴയ നിയമത്തിൽ അങ്ങനെ വന്ന പരിശുദ്ധാത്മാവിന് വന്നിരിക്കുവാൻ ഒരു വ്യക്തിത്വത്തെ കണ്ടില്ല. ദാവീദിന് മേൽ പ്രാവ് വന്ന് ഇറങ്ങിയിരുന്നില്ല, ശിംശോന്റെ മേൽ വന്നിരുന്നില്ല, ഏലിയാവിന്റെ മേൽ വന്നിരുന്നില്ല, ഏലീശയുടെ മേൽ വന്നിരുന്നില്ല, മോശയുടെ മേൽ വന്നിരുന്നില്ല. പക്ഷെ ആ പ്രാവ് പറന്നു 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 വന്ന് യേശുവിന്റെ ശിരസിന്മേൽ വന്നിരുന്നു. എന്താണ് തെളിയിക്കുന്നത്? പ്രാവ് അതിന്റെ നിഷ്കളങ്ക ഭാവം, നിർദോഷമായ ഒരു പറവ. ഇത്രമാത്രം പരിശുദ്ധാത്മാവിന് വസിക്കുവാൻ ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വെക്കും. യേശുവിന് മേൽ ആത്മാവ് വന്ന് ഇറങ്ങി. സ്നാനത്തിൽ സംഭവിച്ചത് യേശു ആത്മാവിനാൽ നിറഞ്ഞു. ഗലീലയിൽ നിന്ന് താൻ നടന്നു വന്നത് സാധാരണക്കാരനായിട്ട് വന്നു. യോർദാനിൽ എന്ത് സംഭവിച്ചു? യേശു ആത്മാവിൽ നിറഞ്ഞു, ആത്മാവിൽ ജനിച്ചു, ആത്മാവിൽ വളർന്നു, ആത്മാവിൽ നിറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, ഈ ദൂതുകൾ വളരെ പ്രധാനപ്പെട്ട ദൂതുകളാണ്. ദയവായി നിങ്ങൾ നിങ്ങളുടെ സ്നേഹിതർക്ക് മറ്റ് ഗ്രൂപ്പുകളിലേക്ക് ഇത് ഫോർവേഡ് ചെയ്താട്ടെ. അനേകരെ സത്യം അറിയട്ടെ, സത്യത്തിൽ ജീവിക്കട്ടെ. ഈ വെളിപ്പാട് അനേകർക്ക് പുതിയ ആത്മീയ അനുഭവങ്ങളിലേക്ക് അവരെ നയിക്കുവാൻ കാരണമായി തീരട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.